Respected dear family members, very recently, Kerala Chief Minister, a so-called Communist Marxist Party member, Politburo member, Sri Pinarayi Vijayan, said about ancient India, and he declared that in ancient India there was no religion at all. ഭാരതത്തില് മതമേ ഉണ്ടായിരുന്നില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചു. മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെ നിരന്തരം സംഭവിക്കുമ്പോൾ the same thing is continuously happening. That is something egoistic approach. അതൊരു അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതിഫലനമാണ്. സ്വാമി വിവേകാനന്ദന്റെ പുരസ്കാരമോ മറ്റോ കൊടുക്കുന്ന വേളയിലാണ് കേരള മുഖ്യമന്ത്രി ഇവിടെ മതമേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശകൻ മിസ്റ്റർ ബ്രുട്ടാസിന്റെ ഉപദേശത്തിലൂടെ ആയിരിക്കും ഈ പരമ മണ്ടത്തരം പറയുന്നത്. Maybe his advisors are writing all these points and giving to him and he is blindly reading it. Unfortunately, what Sri Pinarayi Vijayan, Kerala Chief Minister, said and what is the truth, they are at different poles. How Swami Vivekananda looked to Hindu religion. Just I will quote some point. Hindu ധർമ്മത്തെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ എന്തൊക്കെയാണ് പറഞ്ഞത്, അതും പിണറായി വിജയൻ പറഞ്ഞത് തമ്മിൽ ധ്രുവങ്ങളുടെ വ്യത്യാസമുണ്ട്. This present state of thing must be removed not by destroying religion. ഈ മതത്തെ നശിപ്പിച്ചിട്ടല്ല ഇന്നത്തെ അവസ്ഥ മാറ്റേണ്ടത്, but by following the great teaching of the Hindu faith. ഹിന്ദു ധർമ്മത്തിന്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് learn Hindu faith, then renovate it and joining with it the wonderful sympathy of that logical development of Hinduism. ആ ഹിന്ദുയിസത്തിന്റെ ലോജിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദുയിസം ഡാഷ് ബുദ്ധിസം. ഇപ്പൊ ബുദ്ധിസത്തിന്റെ നന്മകൾ ചേർത്ത് ഹിന്ദു ധർമ്മത്തെ നവീകരിക്കണം, not by destroying that. Swami Vivekananda was a strong follower of Hindu dharma. Unlike what Kerala Chief Minister said, we are the sons of light and children of God. We Hindus എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ, Hindus are the sons of light and children of God. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, glory unto the Lord, we will succeed. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്, പാപികളാണെന്നല്ല വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ പുത്രന്മാർ. വി എന്ന വാക്ക് ഹിന്ദു എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The Hindu must not give up the religion. What Swami Vivekananda said, ഹിന്ദുക്കൾ ഒരിക്കലും അവന്റെ മതം ഉപേക്ഷിക്കരുത്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. പരമ മണ്ടത്തരം മാത്രം പറഞ്ഞ് ശീലിച്ച ഒരു മുഖ്യമന്ത്രി പറഞ്ഞതും യഥാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദന്റെ വരികൾ നോക്കാം. The Hindu must not give up the religion, but must keep religion within its proper limit and give freedom to society to grow. ഹിന്ദു ധർമ്മത്തെ അതിന്റെ നിലയിൽ നിർത്തിയിട്ട് വികസിക്കാൻ അവസരം കൊടുക്കണം. അങ്ങനെ സൊസൈറ്റി വികസിക്കണം. And see, can you become an occidental in your spirit of equality, freedom, work and energy, and at the same time a Hindu, ജീവിതത്തിലെ എല്ലാ നന്മകളും സ്വീകരിക്കാം. And be a Hindu, and at the same time a Hindu to the very backbone in religious culture and instinct. ആലോചിക്കുക, ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. This is to be done and we will do it. ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്, following the core principles of Hindu dharma, you should live. This is to be done and will do it. And
we will do it. ഹിന്ദു ധർമ്മത്തെ നവീകരിച്ച് അത് നിലനിർത്തും, അത് ഉജ്ജ്വലമായ ജീവിതത്തിൽ പകർത്താനായിട്ടുള്ള അവസരം ഉണ്ടാവും. യു ആർ ഓൾ ബോൺ ടു ഡു ഇറ്റ്. നിങ്ങളൊക്കെ ജനിച്ചത് തന്നെ അത് ചെയ്യാനാണ്. ഹൗ preciously he is talking about Hindu dharma. That is the worshipping of the Guru is the first duty inculcated in the Hindu Vedas. First duty is worshipping the Guru as given the message of Hindu Vedas. ഹിന്ദുക്കളുടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്ന വാക്കാണ് ഉദ്ധരിക്കുന്നത്. ഗുരുവിനെ തന്നെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹിന്ദുക്കൾ അതാണ് ചെയ്തിരുന്നത്. Do not try to lead your brethren, but serve them. The brutal mania of leading has sunk. Serve them. അതാണ് ശരിക്ക് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമൻ. അത് വേദിക് മെസ്സേജാണ്. A piece of wood can be easily cut only along the grains. So the old Hinduism can be reformed only through Hinduism. Old Hinduism can be reformed only through Hinduism. ഹിന്ദു ധർമ്മത്തെ നവീകരിക്കാൻ ഹിന്ദു ധർമ്മത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. പുറത്തു നിന്ന് എന്തെങ്കിലും എടുത്ത് സാധിക്കുകയില്ല. The educated of the world will come to believe in the eternity of both the soul and creation, and in God as our highest and perfect nature, as taught in the holy Hindu Vedas. പവിത്രമായിട്ടുള്ള ഹിന്ദുക്കളുടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മാതിരി ആത്മാവും ആത്മീയതയും എല്ലാം ചേർന്നിട്ട് ഉള്ളൊരു ധന്യമായ ജീവിതമായിരിക്കും ജനത സ്വീകരിക്കാനായിട്ട്. അവിടെയും ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് വേദാസ്. The only claim we Indians have to be recognized by the world is our Hindu religion. ലോകത്തിന് അംഗീകരിക്കാനായിട്ട് ഭാരതത്തിലുള്ളത് നമ്മുടെ ഹിന്ദു ധർമ്മം മാത്രമാണ്. Our Hindu dharma is the only one which we can give to the world. Next quotation. There cannot be any growth without liberty. Our ancestors freed religious thought, and we have a wonderful religion. We have a wonderful religion. മതവും ആത്മീയതയും തമ്മിൽ വേർതിരിച്ചു. ക്രിസ്ത്യാനികൾക്ക് പള്ളിയുമായിട്ട് ചർച്ചിയാനിറ്റിയുമായിട്ടാണ് ബന്ധം. ക്രിസ്ത്യാനിറ്റി ഈസ് strongly bonded with the churchianity. Islam is also strongly bonded with the masjid and Maulavis. But Hindu dharma is not bonded so powerfully with the temple rituals or the priesthood is liberated. Thus, our wonderful religion. We have a wonderful religion. നമുക്കൊരു അത്ഭുതകരമായിട്ടുള്ള റിലീജിയൻ ഉണ്ട്. The life of Sri Ramakrishna was an extraordinary searchlight under whose illumination one is able to really understand the whole scope of Hindu religion. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് Hindu religion. Under Sri Ramakrishna, the Guru of Swami Vivekananda declares that under him the whole scope of Hindu religion can be learned and taught. Sri Ramakrishna was a living commentary of the Vedas, and to their aim he lived in one life the whole cycle of national religious existence in India. ഭാരതത്തിന്റെ ദേശീയ ധർമ്മം, ഭാരതത്തിന്റെ ദേശീയ മതത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതം. Each nation has a main current in life. In India, it is Hindu religion. Each nation has a main current of life. In India, it is Hindu religion. എല്ലാ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു മെയിൻ പ്രവാഹമുണ്ട്, പ്രധാനപ്പെട്ട പ്രവാഹമുണ്ട്. ഭാരതത്തിൽ അത് ഹിന്ദു ധർമ്മമാണ്. So our chief minister, a leftist, completely declaring that in ancient India there was no Hindu religion, no religion. So what I say, that is the only correct thing. What you listen from others, they are all humbug, because
ഐ ആം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർ. ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് ഈ പാർട്ടിയിലാണ്. ആൻഡ് വൺ സ്വാമി വിവേകാനന്ദ സെഡ്, if a Hindu gets converted into Christianity or Islam, it's not a problem that the number of Hindus decreased by 1 and number of other religion increased by 1. It is the problem that a new enemy has been created for India, Indian culture and Hindu Dharma. ഒരു പുതിയ ശത്രു ഉണ്ടായി ഭാരതീയ സംസ്കാരത്തിനും അതേപോലെ ഹിന്ദു ധർമ്മത്തിനും ഒരു ശത്രു ഉണ്ടായി. ദാറ്റ് ഈസ് about which he said the conversion. Same quotation has been taken by Mahatma Gandhi also after decades together. അപ്പോൾ ഒരു ശത്രുവിനെ ഹിന്ദു ധർമ്മത്തിന് ഉണ്ടാക്കാണ് ഒരുവൻ മതപരിവർത്തനം നടത്തുമ്പോൾ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ was free from religion and declaring that in ancient India there was no religion. These are all wrong. See, from ancient Indian Hindu Dharma only Buddhist religion, Buddhism came out, Jainism came out, Sikhism came out. Buddhism through Buddha, Jainism through Vardhamana Mahavira, and Sikhism through Guru Nanak. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാ. ഇതൊക്കെ ഉണ്ടായിട്ട് ഇതൊന്നും ഇല്ല എന്നങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ താൻ ഏതോ വലിയൊരു സത്യം ലോകത്തിന്റെ മുമ്പിൽ അവർ ഇന്ന് വരെ കേൾക്കാത്തത് പറയാനുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രി. ദ ചീഫ് മിനിസ്റ്റർ ഓട്ടോമാറ്റിക്കലി തിങ്സ് ദാറ്റ് ഐ ആം ഡിക്ലെയറിംഗ് സംതിങ് ഗ്രേറ്റ് വിച്ച് ദ ഫൂൾ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് അറ്റ് ഓൾ. This is the way in which the Marxist and leftist and the so-called intellectuals and the so-called progressives, radicalists are thinking and making others thinking wrong. Pranams to you. Thank you very much.